And all, welcome to this video. ഇന്ന് നമ്മുടെ മൊഡ്യൂൾ 3 DBMSന്റെ DML സ്റ്റേറ്റ്മെന്റ്സ്, അതായത് സെലക്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെ അടുത്തൊരു പാർട്ടാണ് നോക്കുന്നത്. കുറച്ചധികം പ്രോബ്ലംസ് നോക്കുക, ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നോക്കുക. കഴിഞ്ഞ ഒരു പാർട്ടിൽ നമ്മൾ കുറച്ച് വലിയൊരു പ്രോബ്ലം ആണ് നോക്കിയത്. നോട്ട് എക്സിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലം, എക്സിസ്റ്റും നോൺ എക്സിസ്റ്റും യൂസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലംസും കൂടി നമുക്ക് നോക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Retrieve the name of employee who have 2 or more dependents. രണ്ടോ അതിൽ കൂടുതലോ ഡിപ്പെൻഡൻസ് ഉള്ള എംപ്ലോയീസിന്റെ പേര് ഡിസ്പ്ലേ ചെയ്യാൻ, റിട്രീവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം നമുക്ക് സബ് ക്വറി വേണ്ടി വരും. ബിക്കോസ് സബ് ക്വറി ഇല്ലാതെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇതിനെ നമുക്ക് രണ്ട് സ്മോൾ ക്വരീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഒന്നാമത്തെ ക്വറി എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എംപ്ലോയീസ് റിട്രീവ് ചെയ്യാനുള്ള ഒരു ക്വറി. അവർക്ക് എന്ത് വേണം? നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് മോർ ദാൻ 2 ഉള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ കൗണ്ട് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് നമുക്ക് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ വേണ്ടി വരും. അതായത് നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ആണ് വേണ്ടി വരുന്നത്. അതായത് ഡിപ്പെൻഡന്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ഒരു എംപ്ലോയിക്ക് എത്ര ഡിപ്പെൻഡന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡന്റ് ടേബിളിൽ പോയി നോക്കുക. അതിൻ്റെ അകത്ത് SSനും ESSനും സെയിം ആയിട്ടുള്ള SSന് ഈക്വൽ ടു ESS, അതായത് ഡിപ്പെൻഡന്റ് ടേബിളിലെ SSനും എംപ്ലോയി ടേബിളിലെ ESSനും സെയിം ആയിട്ടുള്ളത് നോക്കുക. അത് അവരുടെ കൗണ്ട് എടുക്കുക. അപ്പോൾ ഒരു എംപ്ലോയിക്ക് എത്ര ഡിപ്പെൻഡന്റ് വന്നിട്ടുണ്ട്, ഇതുപോലത്തെ ഒരേ എംപ്ലോയി സെയിം എംപ്ലോയി നമ്പർ ഉള്ളത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ അവരുടെ കൗണ്ട് കിട്ടും. ആ കൗണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ഉള്ളതെന്നാണ് എടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് സബ് ക്വറിയാണ് വരുന്നത്, ഒരു ക്വറിയുടെ അകത്തൊരു ക്വറി. അപ്പം നമുക്ക് ആ കൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്വറി വേണം, അത് ഇതിൻ്റെ ഉള്ളിൽ വേണം. ആ വെയറിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കൗണ്ട് കണ്ടുപിടിക്കുന്നു. കൗണ്ട് ഗ്രേറ്റർ ദാൻ 2 എന്നുള്ളത് നോക്കുന്നു. സോ സെലക്ട് ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം ഫ്രം എംപ്ലോയി വെയർ സെലക്ട് കൗണ്ട് സ്റ്റാർ. ഇതാണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കൗണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എത്ര റോ റിട്ടേൺ ചെയ്യുന്നു, നമ്പർ ഓഫ് റോസിന്റെ കൗണ്ടാണ് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഡിപ്പെൻഡന്റ് ടേബിളിൽ വേർ SSN ഈസ് ഈക്വൽ ടു ESSN. SSN എന്ന് പറയുന്ന ഡിപ്പെൻഡന്റ് ടേബിളിലെ ആട്രിബ്യൂട്ട് ആണ്. ESSN എന്ന് പറയുന്നത് എംപ്ലോയി ടേബിളിലെ ആട്രിബ്യൂട്ട് ആണ്. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണ് ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്തിട്ട് ഒരുപോലെയുള്ള എത്ര പേരുണ്ട്, ഒരേ SSN നമ്പർ വരുന്ന അവരുടെ സെയിം ഡിപ്പെൻഡൻസ് എത്രണ്ണം വന്നിട്ടുണ്ട് എന്നുള്ള കൗണ്ട് നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് ആ വെയർ എന്ന് പറയുന്ന ഇത് മൊത്തത്തിലൊരു ഒരു ബ്രാക്കറ്റിലാണ് കൊടുത്തേക്കുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിരിക്കും. 5 3 2 1 ഉള്ളൊരു നമ്പർ ആയിരിക്കും. അപ്പൊ ആ നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആണ് എങ്കിൽ വി വിൽ സെലക്ട് ദാറ്റ് എംപ്ലോയിയുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമ്മൾ റിട്രീവ് ചെയ്ത് കാണിക്കും. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഒരു കൗണ്ട് ചെയ്യാനാണ്. 2 or more ഡിപ്പെൻഡൻസ് പറഞ്ഞാൽ 2 or more. അപ്പൊ അവിടെ നമുക്ക് സം കൈൻഡ് ഓഫ് കൗണ്ടിങ് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തു. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിട്രീവ് ദ നെയിം ഓഫ് എംപ്ലോയി ഹു ഹാവ് നോ ഡിപ്പെൻഡന്റ്. ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടോ അതിൽ കൂടുതലോ, അപ്പോൾ അവിടെ ഒരു കൗണ്ടാണ് വന്നതെങ്കിൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് നോ ഡിപ്പെൻഡന്റ് ഇല്ലാത്തത് എന്നുള്ളതാണ്. ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇതുപോലെ കൗണ്ട് ഈക്വൽ ടു 0 അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതിലും വേറൊരു മെത്തേഡ് എന്നുള്ള രീതിക്കാണ് നമ്മൾ നോട്ട് എക്സിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നോട്ട് എക്സിസ്റ്റിന്റെ വർക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, ഇതിന്റെ ഉള്ളിൽ ഒരു ക്വറി കാണും. ഈ ക്വറി റിട്ടേൺ ചെയ്യുന്നത് 0 റോസ് ആണ് എങ്കിൽ, അതായത് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ക്വറിയുടെ ഈ സബ് ക്വറിയുടെ സെലക്ട് സ്റ്റാർ ഫ്രം ഡിപ്പെൻഡന്റ് വേർ SSN ഈക്വൽ ടു ESSN എന്ന് പറയുന്ന റിട്ടേൺ ചെയ്യുന്നത് ഒരു 0 റോസ് ഉള്ളൊരു ക്വറി, ഒരു ആൻസർ ആണ്. അതായത് അതിന്റെ ഔട്ട്പുട്ടായിട്ട് ഒന്നുമില്ല. ഔട്ട്പുട്ട് വിൽ ബി നോ റോസ് സെലക്റ്റഡ് എന്നാണ് എങ്കിൽ നമ്മൾ ആ പെർട്ടിക്കുലർ എംപ്ലോയിയുടെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. അതല്ല ഇത് റിട്ടേൺ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 1 റോ എങ്കിലും ഇത് റിട്ടേൺ, ഈ സബ് ക്വറിയിൽ അറ്റ്ലീസ്റ്റ് 1 റോ എങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇറ്റ് വോണ്ട് ഡിസ്പ്ലേ ദാറ്റ് നെയിം. നോട്ട് എക്സിസ്റ്റിന്റെ വർക്കിംഗ് അതാണ്. അതായത് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു സബ് ക്വറി കാണും. ആ സബ് ക്വറിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് നൾ ആണ് എങ്കിൽ ദെൻ വി വിൽ ഡിസ്പ്ലേ ദാറ്റ്. നമ്മൾ അതിന്റെ ഔട്ട്പുട്ട്
ട്രൂ ആയിട്ട് എടുക്കുവാണ്. നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ വി വിൽ ഡിസ്പ്ലേ ദാറ്റ്. നോട്ട് എക്സിസ്റ്റ് ഫോൾസ് ആണ് എങ്കിൽ, അതായത് അറ്റ്ലീസ്റ്റ് 1 എങ്കിലും ട്രൂ ഉണ്ട്, എന്തോ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മൾ അതിനെ എടുക്കില്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്, നമ്മളൊരു എംപ്ലോയിയുടെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം സെലക്ട് ചെയ്യണം. വെയർ ഈ ഒരു സബ് ക്വറി എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് സെലക്ട് ആർ ഫ്രം ഡിപ്പെൻഡന്റ് വേർ എസ് എസ് എൻ ഈക്വൽ ടു എസ് എസ് എൻ. നമ്മൾ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്ന ടേബിളിൽ ഇങ്ങനെ ഒരാൾക്ക് ഡിപ്പെൻഡന്റ് ഉണ്ടാകാൻ പാടില്ല. ഇല്ല എങ്കിൽ ഇത് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന ട്രൂ ആയിരിക്കും. ആ എംപ്ലോയിയുടെ പേര് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഡിപ്പെൻഡന്റ് ഇല്ലാത്തത് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ആകുന്നത്. ഇതാണ് ശരിക്കും നോട്ട് എക്സിസ്റ്റിന്റെ വർക്കിംഗ്. നോട്ട് എക്സിസ്റ്റിന്റെ വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്തൊരു സബ് ക്വറി കാണും. ആ സബ് ക്വറിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് 0 റോസ് ആണ് എങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് കിടക്കുന്ന സാധനങ്ങൾ എന്താണോ അതിന് ഡിസ്പ്ലേ ചെയ്യും. ഇല്ല എങ്കിൽ അത് ഒരു റോ എങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ഡിസ്പ്ലേ. അതാണ് നോട്ട് എക്സിസ്റ്റിന്റെ വർക്കിംഗ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എക്സിസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടി നോക്കാം. ലിസ്റ്റ് ദി നെയിം ഓഫ് മാനേജേഴ്സ് ഹു ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിപ്പെൻഡന്റ്. സോ നമ്മൾ ഇവിടെ നോക്കി, നമ്മൾ 2 or more ഡിപ്പെൻഡന്റ് നോക്കി, നോ ഡിപ്പെൻഡന്റ് നോക്കി. നോ ഡിപ്പെൻഡന്റ് നമ്മൾ എക്സിസ്റ്റ് നോട്ട് എക്സിസ്റ്റ് യൂസ് ചെയ്തു. ഇനി അറ്റ്ലീസ്റ്റ് 1 ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 1 നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ഇത് ഈ സെയിം ക്വറിയിൽ നമ്പർ മാറ്റി എടുത്ത് കൊടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കത് വേറെ രീതിക്ക് ചെയ്ത് നോക്കാം. ഹു ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിപ്പെൻഡന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരെണ്ണമെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ സെലക്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഫ്രം എംപ്ലോയി എക്സിസ്റ്റ് ആണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 1 ഒരാളെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ആരും ഇല്ലാന്നായിരുന്നു നോട്ട് എക്സിസ്റ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ എക്സിസ്റ്റ് ആണ് ചെയ്യുന്നത്. സോ ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യണം. മാനേജേഴ്സ് ആണ് ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. നെയിം ഓഫ് എംപ്ലോയീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് മാനേജർ ആയിരിക്കണം. നെയിം ഓഫ് മാനേജേഴ്സ് ഹു ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിപ്പെൻഡന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വറികളിലെല്ലാം നെയിം ഓഫ് എംപ്ലോയീസ് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് മാനേജർ എന്നാണ്. അതായത് അയാള് വെറും എംപ്ലോയി അല്ല, മാനേജർ ആയിരിക്കണം. അയാൾക്ക് ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡന്റും ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്തതിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മാത്രം നോക്കിക്കഴിഞ്ഞാൽ നോട്ട് എക്സിസ്റ്റ് മാറ്റി എക്സിസ്റ്റ് കൊടുത്തേക്കുന്നതാണ്. എക്സിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എംപ്ലോയി വിത്ത് ഈ സെയിം ക്വറിയുടെ അകത്തുനിന്ന് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ഡിപ്പെൻഡന്റ് എന്നായിരുന്നെങ്കിൽ ഇവിടെ നോട്ട് എക്സിസ്റ്റ് എന്നുള്ളിടത്ത് നോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഡിപ്പെൻഡന്റിന്റെ ക്വറിയായി. നമ്മൾ അതിന്റെ കൂടെ ഒരു ആൻഡും കൂടി ഇട്ടേക്കാണ്. ആൻഡ് ദർ എക്സിസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് വേർ എസ് എസ് എൻ ഈക്വൽ ടു മാനേജർ എസ് എസ് എൻ. അതായത് അയാൾ ഒരു മാനേജറും കൂടി ആവണം എന്നുള്ളത്. അതായത് ഇതും ട്രൂ ആയിരിക്കണം, ഇതും രണ്ടും ട്രൂ ആയിരിക്കണം, ഇതും ട്രൂ ആയിരിക്കണം, ഇതും ട്രൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. സോ എക്സിസ്റ്റ് ചെയ്യണം, ഡിപ്പെൻഡന്റ് ഉണ്ടാവണം, ആൻഡ് ഇറ്റ് ഷുഡ് ഓൾസോ ബി ആൻഡ് ഓൾസോ എക്സിസ്റ്റ് മാനേജർ എസ് എസ് എൻ കൂടി ഈക്വൽ ആയിരിക്കണം. അതായത് ഹി ഷുഡ് ബി എ മാനേജർ. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജർ ആയിട്ട് ഉള്ളൊരു എംപ്ലോയി ആയിരിക്കണം ഇത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇയാളെ ചൂസ് ചെയ്യുള്ളൂ. സോ ക്വസ്റ്റ്യൻ നല്ല സൂക്ഷിച്ച് വായിക്കാം. നെയിം ഓഫ് മാനേജേഴ്സ് ആണ്. അപ്പൊ മാനേജർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുകൂടാതെ അറ്റ്ലീസ്റ്റ് 1 ഡിപ്പെൻഡന്റ്. അറ്റ്ലീസ്റ്റ് 1 ഡിപ്പെൻഡന്റിന് ഇവിടത്തെ നോട്ട് കളഞ്ഞാൽ 1 ഡിപ്പെൻഡന്റ് ആയി. നോട്ട് എക്സിസ്റ്റ് എന്ന് കൊടുത്തുകൊണ്ടാണ് നോ ഡിപ്പെൻഡന്റ് എന്നുള്ളത് വന്നത്. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ നമ്മൾ എക്സിസ്റ്റ് എന്ന് ആക്കി കഴിഞ്ഞപ്പോൾ അറ്റ്ലീസ്റ്റ് 1 എന്നായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഈച്ച് എംപ്ലോയി റിട്രീവ് ദി എംപ്ലോയീസ് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ആൻഡ് ദി ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ഓഫ് ഹിസ് ഇമീഡിയറ്റ് സൂപ്പർവൈസർ. അപ്പോൾ ഒരു എംപ്ലോയി എടുക്കുകയാണെങ്കിൽ ആ എംപ്ലോയിയുടെ പേര്, അയാളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും, അയാളുടെ സൂപ്പർവൈസറിന്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമ്മളിവിടെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ രണ്ടും എടുക്കുന്നത് എംപ്ലോയി ടേബിളിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഈ 2, അതായത് എംപ്ലോയിയുടെ പേര് കിടക്കുന്നതും മാനേജർ എന്ന് പറയുന്നത് 2 പേരും എംപ്ലോയീസ് ആണ്. അപ്പോൾ ഒരു എംപ്ലോയി എടുത്തു കഴിഞ്ഞാൽ അയാളുടെ മാനേജർ എന്ന് പറഞ്ഞാലും അയാളും ഒരു എംപ്ലോയി തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് 2 നെയിമും വരുന്നത് എംപ്ലോയി ടേബിളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ അലിയാസിങ് ഇല്ലാതെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനെ ഇ എന്നും ഫ്രം എംപ്ലോയേഴ്സ് ഇയും ഫ്രം എംപ്ലോയേഴ്സ് എസും എന്ന് പറഞ്ഞ് രണ്ട് കോപ്പീസ് ഓഫ് എംപ്ലോയി ടേബിൾ എടുക്കണം. എന്നിട്ട് ഇന്റെ എഫ് നെയിം ഇന്റെ എൽ നെയിം, ഫസ്റ്റ് എംപ്ലോയി ടേബിളിന്റെ എൽ നെയിമും എഫ് നെയിമും
രണ്ടാമത്തെ എംപ്ലോയി ടേബിളിൻ്റെ എൽ നെയിമോ എഫ് നെയിമോ എൽ നെയിമോ ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്. ഫസ്റ്റ് എംപ്ലോയിയുടെ സൂപ്പർ അസസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സൂപ്പർവൈസറിന്റെ SSN നമ്പറാണ്. ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ടേബിളിലുള്ള എംപ്ലോയിയുടെ SSN ആയിരിക്കും. അങ്ങനെയുള്ളത് മാത്രം നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് എംപ്ലോയിയുടെ നെയിം, അയാളുടെ ലാസ്റ്റ് നെയിം, അയാളുടെ സൂപ്പർവൈസറിന്റെ പേരും അയാളുടെ ലാസ്റ്റ് നെയിമും നമുക്ക് കിട്ടുന്നു. സോ ദിസ് ഇസ് ഹൗ നമ്മളിത് ചെയ്യുന്നത്. സോ താങ്ക് യു. ഇനിയും കുറച്ച് പാർട്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5 പാർട്ടായിട്ടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വയറീസും മൊത്തം ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി പാർട്സിന് വെയിറ്റ് ചെയ്യാം. ഹോപ്പ് യു ഹാവ് ബെനിഫിറ്റഡ് ഫ്രം ദിസ്. താങ്ക് യു.